ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പം ഈ കപ്പ് ആരെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ പോക്ക് പോണ കാണുമ്പോൾ, ജാസ്മിനെ ഉയർത്തിപ്പിടിക്കണ കാണുമ്പോൾ, പബ്ലിക് പോളിലൊക്കെ ജാസ്മിൻ 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 എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ജാസ്മിൻ സർവൈവലാണെന്ന് ചിലവരൊക്കെ പറയുന്നുണ്ട്. എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഈ ഒരു പോള് നോക്കിക്കുക. കാരണം ഇത് എല്ലാവരും ഈ ജിൻഡോ 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 എന്ന് എല്ലായിടത്തും പോയി കമൻറ്റ് ഇടുന്നുണ്ട്. ജിൻഡോ ഫാൻസിനോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫാൻ പവർ കാണിക്കേണ്ടത് ത്രൂ വോട്ടിലൂടെയാണ്. വോട്ട് ചെയ്യുക, അല്ലാതെ ജിൻഡോ വരുന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ആ മനുഷ്യനവിടെ നിൽക്കില്ല. അപ്പോൾ ഹോട്ട്സ്റ്റാറിലൊക്കെ പോയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. നിങ്ങളുടെ വോട്ട് ഭയങ്കര പ്രഷ്യസാണ്. സത്യം ജയിക്കട്ടെ, എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ ജാസ്മിൻ്റെ കേസും ജിൻഡോൻ്റെ കേസും സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജാസ്മിന് അറിഞ്ഞം പുറഞ്ഞം ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആ വീഡിയോ മിസ്സായി. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊരു വേട്ടാവളിയൻ, ഇങ്ങനെ തന്നെ ഞാൻ പറയും, അയാളുടെ വീഡിയോ ഞാൻ തപ്പട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാട്ടോ. അയാൾ വന്നിട്ട് പറയുകയാണ്, ഒരു പാവം പെൺകുട്ടിയെ പിച്ചി ചീന്തി ചോര കുടിച്ച് പൈസ ഉണ്ടാക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്കെതിരെ സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ചോര ചീന്തി പിച്ച് ചീന്തി ചോര കുടിക്കാനുള്ള യൂട്യൂബേഴ്സ്, അത് ത്രൂ പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താനിപ്പോൾ ഇവിടെ വന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? താൻ ഇൻസ്റ്റയിൽ വന്നിട്ട് ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വെള്ള പൂശിക്കോ നിങ്ങൾ. ജാസ്മിൻ്റെ ഫാൻസൊക്കെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൊന്ത്രമ്പല്ലൊന്നുമില്ല. ഐ എം നോട്ട് എ ഡ്രാക്കുല. എനിക്ക് പരിചയമുള്ള യൂട്യൂബേഴ്സും ഉണ്ട്, അവരും ഡ്രാക്കുല അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസമല്ല. അവർ ഡ്രാക്കുല അല്ല. ചെയ്തതാണ് നമ്മൾ സംസാരിക്കുന്നത്, മനസ്സിലായോ? ചെയ്ത കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ഒരു ഗെയിമായിട്ട് എടുക്കാനായിട്ട്, ഇത് കേരളമാണ്. ഇവിടെ ന്യൂട്രലായിട്ട് ജീവിക്കുന്ന ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട്. അതായത് കുടുംബത്തിനെയും സൊസൈറ്റിയെയും കുടുംബത്തിലുള്ള ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്ത് തെറ്റേതാ ശരിയേതാന്ന് മനസ്സിലായി, ആർക്കൊക്കെ എവിടെയൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ബേസിക് ട്രഡീഷണൽ റൂൾസ്, അല്ലെങ്കിൽ മനസാക്ഷിക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ജീവിക്കുന്ന കുറച്ച് ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട്. ആ ന്യൂട്രൽ ഓഡിയൻസിൻ്റെ മനസ്സിൽ എപ്പോഴും ജിൻഡോ തന്നെയാണ് പവർ, അല്ലെങ്കിൽ ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. കാരണം ജിൻഡോൻ്റെ കഷ്ടപ്പാട്, ജിൻഡോൻ്റെ പാരൻസിനോടുള്ള സ്നേഹം, ജിൻഡോൻ്റെ പാഷനോടുള്ള സ്നേഹം, ജിൻഡോ അവിടെ കാണിച്ച ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, മണ്ടൻ എന്ന് വിളിച്ച കണ്ടസ്റ്റൻസിനെ കൊണ്ടും ലാലേട്ടനെ കൊണ്ടും ഒപ്പം ഹാർഡ് വർക്കർ എന്ന് പേര് കേൾപ്പിച്ച വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫ്രാങ്കായിട്ട് പറയണം, ആ വ്യക്തിക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി അതിലും വലിയ കപ്പ് വേറെ ഒന്നും ഇല്ലെന്ന് ഞാൻ പറയും മച്ചന്മാരെ. അപ്പോൾ ജിൻഡോയ്ക്കാണ് ഇപ്പോൾ പോളിംഗ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെ വേണേൽ തേങ്ങ തിരിയാം. അപ്പോൾ ഇവിടെ പോൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഹോസ്റ്റലിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം, ആസ് എ ഗെയിമർ, ഇത് 100 days ഗെയിമാണ്. ഗെയിം കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, വ്യക്തിത്വത്തിന് ജീവിതമുണ്ട്. ജാസ്മിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുകളുണ്ട്. അപ്പോൾ പുറത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ പുറത്ത് ഒരാളായിട്ട് കമ്മിറ്റ് ആവുന്നു, അകത്ത് പോയിട്ട് പല കഥകൾ പറയുന്നു, ഗബ്രിയായിട്ട് മിങ്കിളാവുന്നു. പ്രേക്ഷകർക്ക് പ്രേക്ഷകർ മണ്ടന്മാരൊന്നുമല്ല, ഈ ന്യൂട്രൽ ഓഡിയൻസിന് മനസ്സിലാവും ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നും. അവരത്ര ലൈക്ക് യുനോ പൊട്ടക്കിണറ്റിലെ തവളയൊന്നുമല്ല. ദേ ടു ഹാവ് ഫ്രണ്ട്സ്, ദേ നോ ഹൗ ടു മിങ്കിൾ വിത്ത് ഫ്രണ്ട്സ്. അപ്പം ഇത് കാണിക്കുന്നു. ഇത് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു, അരി വാങ്ങിക്കുന്നു, TRP കൂട്ടുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ, പുറത്ത് കമ്മിറ്റഡ് ആയുള്ള ഒരു വ്യക്തിക്ക് അകത്ത് പോയിട്ട് ഒരാളായിട്ട് ഇങ്ങനെ ഇത്രയും മിങ്കിളാവാൻ പറ്റത്തില്ല. ഇപ്പോൾ അൻസിബ, ഋഷി, അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ബ്രദർ റിലേഷൻ ആയിരുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു ഓക്വേർഡ് ഫീൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ, ജാസ്മിൻ്റെ അന്തം ഫാൻസ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ജാസ്മിൻ നല്ല ഗെയിമറാണ്. ജാസ്മിൻ്റെ ഗെയിം 100 days ഉള്ളൂ. അത് കഴിഞ്ഞ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലെ ലൈഫ് മുന്നോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രൽ ഓഡിയൻസ് നോക്കുന്ന മൊത്തത്തിലാണ്, കുടുംബത്തിനെ സ്നേഹിക്കുന്നവരാണോ, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കമ്മിറ്റഡ് ആയ 7 months റിലേഷൻ നിൽക്കുന്ന ആളെ ചതിച്ചിട്ട്, ചില ആൾക്കാർ ചിന്തിക്കും, അങ്ങനെ ഒരാളെ ചതിച്ചിട്ട്, അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തിട്ട് അവൾ അകത്ത് പോയി എന്ത് കളിച്ചിട്ട് എന്താ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഓഡിയൻസ് ഉണ്ട്. ചായ തുമ്മുന്ന, ഇത്രയും പ്രായമായി ചായ തുമ്മിയിട്ട് ആ ചായ, ആ അവശിഷ്ടം വീണ ചായ കൊടുക്കുന്ന ആ പെൺകുട്ടി, സ്വബോധമില്ലാതെ, അതുപോലും ബേസിക് ബോധമില്ലാത്ത ആ ജാസ്മിന് കപ്പ് കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്ന ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട്. മറ്റൊരാളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്വന്തം ഭാഗം ന്യായീകരിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ലൈക്ക് യുനോ ഒരു ഫൈറ്ററാന്ന് പറയുന്നത് നെഗറ്റീവ്സ്, തൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്യുന്നതല്ല ഒരിക്കലും ഒരു ഫൈറ്റർ എന്ന് പറയുന്നത്. ജിൻഡോ തെറ്റ് തിരുത്തുന്ന പോലെ ജാസ്മിൻ തെറ്റ് തിരുത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇപ്പോൾ ജാസ്മിന് മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട്. ഗബ്രി എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിന് ഒരു മാറ്റം വരാമുള്ള. ജാസ്മിൻ ഇപ്പോഴും ഗബ്രി എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എടാ പോടാന്നൊന്നും വിളിക്കല്ലേ കുട്ടി എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടും ആ വിളിക്കുന്ന ഒരു കുറവുമില്ല. ഇപ്പോൾ 11-ാം തീയതി ഗബ്രി കയറുന്നുണ്ട്. അപ്പോൾ കാണാൻ നമുക്ക് ജാസ്മിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ കപ്പ് എടുക്കുന്നുണ്ടെങ്കിലും എല്ലാ രീതിയിൽ, ആസ് എ ഗെയിമർ, ആസ് എ മൈൻഡ്
റീഡർ, ആസ് എ ഹ്യൂമൻ, ആസ് എ സൊസൈറ്റി പേഴ്സൺ എല്ലാം കൂടി നിറഞ്ഞ രീതിയിൽ ഒരു വ്യക്തിത്വത്തിന് കപ്പ് കിട്ടുമ്പോഴാണ് ന്യൂട്രൽ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഞാൻ പറയും. അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഓൾറെഡി കപ്പ് കൊടുത്തിരിക്കുന്നത് ജിൻഡോയ്ക്കാന്ന് തന്നെ ഞാൻ പറയും. അല്ലാതെ അതിപ്പോൾ ജാസ്മിൻ്റെ രീതിയിൽ ജാസ്മിൻ കപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്, നിങ്ങൾ കളിച്ച് ഇവിടം വരെ എത്തി, പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കേൾക്കുന്നുണ്ട്. ജാസ്മിനാണ് കപ്പ് കൊടുക്കാൻ തീരുമാനം എന്നുണ്ടെങ്കിൽ വേഗം കപ്പ് കൊടുത്ത് ഈ ഷോ അങ്ങോട്ട് അവസാനിപ്പിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ ഭയങ്കര ഹെക്ടിക് ബിഗ് ബോസ് തന്നെയായിരുന്നു. പുറത്താണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് നടന്നിരുന്നത്. അകത്ത് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് പുറത്ത് അങ്ങനെ സംഭവം നടന്നത്. പിന്നെ നമ്മൾ കേരള മലയാളീസാണ്, നമ്മൾ റിലേഷൻഷിപ്പിനും അച്ഛനും അമ്മയ്ക്കും വീഡിയോ കട്ടായി പോയി ഗൈസ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ കേരള ആൾക്കാരാണ്, നമുക്കിപ്പോൾ ഒരിക്കലും പുറത്തൊന്ന് കമ്മിറ്റ് ആയെന്ന് വെച്ചിട്ട് അകത്തൊന്ന് പോയി കുറച്ചു നേരം ശൃംഗരിച്ചാൽ എന്താണെന്ന് ചോദിക്കാനുള്ള വിശാല ഹൃദയമൊന്നും നമുക്കില്ല. അപ്പോൾ ആസ് എ ഓവറോൾ പാക്കേജ്, ആസ് എ ഹ്യൂമൻ, ആസ് എ ഫൈറ്റർ, ആസ് എ മെമ്മറി ഫുള്ളായിട്ട് വീഡിയോ കട്ടായി പോയപ്പോൾ എൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോയി. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് പുറത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പുറത്തൊരാൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളെ പറ്റിച്ച് അതിൻ്റെ ഉള്ളിൽ വേറെ കഥ ഉണ്ടാക്കുകയും ബേസിക് ആയിട്ടുള്ള ഹൈജീൻ ഇല്ലായ്മയും ഡിസ്റെസ്പെക്ട്ഫുൾ ഇല്ലായ്മയും എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് ജാസ്മിന് കപ്പ് കൊടുക്കുകയാണെങ്കിൽ കപ്പ് കൊടുത്തോ, വിഷയമില്ല. പക്ഷേ ന്യൂട്രൽ ആളുകളുടെ മനസ്സിൽ ജിൻഡോ തന്നെയാണ് ഇത്. ജിൻഡോ പലർക്കും ഒരു മോട്ടിവേഷനാണ്. അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ന്യൂട്രൽ ഓഡിയൻസ് മനസ്സിലാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നേടിയെടുക്കാനല്ല എളുപ്പമാണ്, പക്ഷെ നേടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയും കൂടി അവിടെ പ്ലസ് ആകുമ്പോഴാണ് അത് വൈബ് ആവുന്നത്. അത് നല്ലൊരു ഗെയിമർ മാത്രമല്ല ജാസ്മിൻ ആവേണ്ടത്, നല്ലൊരു മനുഷ്യനാണ് ആവേണ്ടത്.